ഹായ്, വെൽക്കം ടു HB. നമ്മൾ ഇന്ന് തൊട്ടൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 22 to 24 ചാപ്റ്റേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഇനി ഈ ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ബാങ്ക് എക്സാംസ് ഒക്കെ ആണെങ്കിലും ഈവൻ SSC എക്സാംസ് ആണെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളെല്ലാവരും ഈ ഒരു ടോപ്പിക്ക് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് എക്സാംസ് ആണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിന്ന് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരുന്ന ഒരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ SSC എക്സാംസും റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ നമ്മുടെ SSC എക്സാംസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏതൊക്കെ ചാപ്റ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഡ്വാൻസ് മാത്സിന്റെ ചാപ്റ്ററിലാണ് വരുന്നത്. ഇനി അഡ്വാൻസ് ചാപ്റ്റർ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരുന്ന റയർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും ഇതിന് മുമ്പ് നടന്നിട്ടുള്ള വർഷങ്ങളിലെ എക്സാംസിൽ പലപ്പോഴും ചില ഷിഫ്റ്റുകളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ നമുക്ക് 3 ക്വസ്റ്റ്യൻ വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ SSC എക്സാംസിൽ. അതേപോലെ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോഴും നമുക്ക് അവിടെ 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാറുമുണ്ട്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഏതൊരു എക്സാം എടുത്താലും അതിപ്പോൾ ബാങ്ക്, SSC, റെയിൽവേ ഏത് എക്സാം എടുത്താലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഒരു ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇനി ഈ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാൻ കുറെ ടേംസ് ഉണ്ട്, നമുക്ക് ഇവിടെ ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഏത് കൺസെപ്റ്റ് ബേസ്ഡ് ആണ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പെർസെന്റേജും റേഷ്യോയുടെ ഒക്കെ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു ബുക്കൊക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ ആ ബുക്കിന്റെ അകത്ത് ഏകദേശം ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി 7 to 8 ബേസിക് ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയും നമുക്ക് പിന്നെയും ഒരുപാട് ഷോർട്ട് കട്ട് ഫോർമുലാസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോർമുലാസ് ഉണ്ട്. സോ ഓവറോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ഫോർമുലാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 20 തൊട്ട് 25 ഫോർമുലാസ് ബേസിക്കും അല്ലാതുമായിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. സോ ഇത്രയും ഫോർമുലാസ് ഒരു സിംഗിൾ ചാപ്റ്ററിന് വേണ്ടി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എളുപ്പമുള്ള ഒരു കാര്യം ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഫോർമുലാസ് യൂസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പെർസെന്റേജും റേഷ്യോയുടെയും കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ പോകണം. സോ അത് നമുക്ക് തരാൻ പോകുന്ന ഒരു അപ്പർ ഹാൻഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഡിഫറെന്റ് കൺസെപ്റ്റ് പഠിച്ചിട്ട് ലൈക്ക് നമ്മളൊരു 10 ചാപ്റ്ററിനെ ഒരു 100 മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരു സിംഗിൾ മെത്തേഡ് ഒരു പെർസെന്റേജോ റേഷ്യോയുടെ ഒരു കൺസെപ്റ്റ് വെച്ച് മാത്രം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ചാപ്റ്റേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പും വേറെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ പെർസെന്റേജും റേഷ്യോയുടെയും കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് ഈ ചാപ്റ്ററും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോർമുലാസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫോർമുല ഇല്ലാത്ത ആ ഒരു മെത്തേഡ്സ് ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള ടേംസ്, എന്തൊക്കെയാണ് ഫോർമുലാസ്, ഫോർമുലാസ് ഇല്ലാതെ എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാം, ഫോർമുലാസ് എങ്ങനെ കാണാപ്പോണം പഠിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് തന്നെ എഴുതിയെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ടേംസ്, ഈ ഒരു ചാപ്റ്ററിലെ ബേസിക് ടേംസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന 11 ടേംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിനുള്ളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ടേംസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഉണ്ട്, നമ്മൾ ഇതിനെ ഷോർട്ടായിട്ട് പറയുന്നത് CP എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, കോസ്റ്റ് പ്രൈസ്. അടുത്തത് സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, SP എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഉണ്ട്, നമ്മൾ P വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ലോസ് ഉണ്ട്, നമ്മൾ L വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ പ്രോഫിറ്റ് പെർസെന്റേജ് ഉണ്ട്, P പെർസെന്റേജ് എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ ലോസ് പെർസെന്റേജ് L പെർസെന്റേജ് എന്നായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മളിലേക്ക് പോകുമ്പോൾ ബാക്കി റിമൈനിങ് ടേംസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കവിടെ മാർക്ക്ഡ് പ്രൈസ് വരുന്നുണ്ട്, ഡിസ്കൗണ്ട് വരുന്നുണ്ട്, ഡിസ്കൗണ്ട് പെർസെന്റേജ് വരുന്നുണ്ട്, മാർക്കപ്പ് പ്രൈസ് വരുന്നുണ്ട് ആൻഡ് മാർക്കപ്പ് പെർസെന്റേജ് വരുന്നുണ്ട്. സോ ഇത്രയും ടേംസ് ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് വരുന്ന ടേംസ്. അപ്പോൾ ഈ ഒരു 11 ടേംസ് എന്താണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫോർമുലാസ് എഴുതിയെടുക്കാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും നമ്മളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 11 ടേംസും എന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടേംസ് വെച്ചും ഓരോ എക്സാമ്പിൾസ് വെച്ചും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് നമ്മളിപ്പം കണ്ട ആ ഒരു ടേംസ് എല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യമേ കണ്ട ആ ഒരു 6 കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, പ്രോഫിറ്റ് പെർസെന്റേജ് ആൻഡ് ലോസ് പെർസെന്റേജ്. അപ്പം ലെറ്റ്സ് ഒരു ചെറിയ എക്സാമ്പിൾ വെച്ച് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. നമ്മൾ 100 റുപ്പീസിന് എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുവാണ് എന്ന് വിചാരിച്ചോളൂ. 100 റുപ്പീസിന് നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഒരു ആർട്ടിക്കിൾ വാങ്ങുവാണ്.
അപ്പോൾ ആ 100 എന്ന് പറയുന്നതായിരിക്കും എന്ത്, നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് എന്താകും, കോസ്റ്റ് ആകും, ചെലവാകും. അപ്പോൾ ആ ഒരു ചെലവാകുന്ന എമൗണ്ടിനെ, കോസ്റ്റ് ആവുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം നമ്മുടെ ഒരു ഫ്രണ്ടിന് വല്ലതും നമ്മളൊരു 120 റുപ്പീസിന് വിൽക്കുവാണ് എന്ന് വിചാരിച്ചുള്ളൂ, 120 വിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വിൽക്കുന്ന വിലയായിരിക്കും എന്തെന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. വിൽക്കുവാണ്, സെല്ലിയുമാണ്, സെല്ലിംഗ് പ്രൈസ് എന്നായിരിക്കും നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം 120 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ, 100 റുപ്പീസിന്റെ ഒരു ആർട്ടിക്കിളിനെ 120 റുപ്പീസിന് സെല് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പായിട്ടും എന്തായിരിക്കും സംഭവിക്കുന്നത്, പ്രോഫിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് മനസ്സിലാകുന്നത്, നമ്മളുടെ വാങ്ങിച്ച വില, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ചെറുതാണ്, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്, കൂടുതലാണ്. നമ്മൾ വാങ്ങിച്ച വില നമുക്ക് കുറവും വിറ്റ വില കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്, അവിടെ പ്രോഫിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാണ്, എത്രയാണ് പ്രോഫിറ്റ് എന്ന് നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റും, നമുക്ക് 20ന്റെ പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 20 റുപ്പീസിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ 20യുടെ പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് ആ 20 എന്നുള്ളൊരു വാല്യൂ കിട്ടുന്നത്? അപ്പോൾ 20 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടുന്നത് നമുക്കിവിടെ അറിയാം. നമുക്ക് ഇത് രണ്ടിന്റെയും ഡിഫറൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോഴും നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ അവിടുത്തെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മുടെ കോസ്റ്റ് പ്രൈസിനെ മൈനസ് ചെയ്യുകയാണ്. ഇനി എന്തുകൊണ്ട് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്തു? സിമ്പിൾ ആണ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്, കൂടുതലാണ്, കോസ്റ്റ് പ്രൈസ് എന്താണ്, കുറവാണ്. അപ്പോൾ വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ, അതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇതിനെ ഒരു ഫോർമുല പോലാണ് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിൽക്കുന്ന വില മൈനസ് വാങ്ങിച്ച വില എന്നൊരു ആംഗിൾ നമ്മൾ പ്രോഫിറ്റോ ലോസോ നോക്കുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ അതിനെ ഒരു ഫോർമുല പോലെ പഠിക്കേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ സിമ്പിൾ ആയിട്ട് വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്നൊരു ആംഗിളിൽ മാത്രം അതിനെ അപ്രോച്ച് ചെയ്താൽ മതി. ഇനി നമുക്കിവിടെ വേറൊരു കണ്ടീഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമ്മളിവിടെ ഈ ഒരു പ്രോഫിറ്റ് എടുക്കുന്ന കണ്ടീഷനിൽ നമുക്കിപ്പം ഇവിടെ പ്രോഫിറ്റിന്റെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി ഒരു വേറൊരു പാരലൽ കണ്ടീഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ആർട്ടിക്കിളിനെ 120ക്ക് വിൽക്കുന്നതിന് പകരം നമ്മളൊരു 80 റുപ്പീസിനാണ് വിൽക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയൊരു സെല്ലിംഗ് പ്രൈസ് നമുക്ക് 80 എന്ന് എടുക്കാം. ഓക്കെ, 80 ആണ് നമ്മുടെ പുതിയൊരു സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം നമ്മൾ 80 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നമുക്കവിടെ ക്ലിയർലി ചുമ്മാ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ നമുക്ക് ലോസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ലോസ് ആണ് എന്ന് മനസ്സിലായത്? നമ്മുടെ അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്, കുറവാണ്. നമ്മൾ വാങ്ങിച്ച വില, കോസ്റ്റ് പ്രൈസ് എന്താണ്, കൂടുതലാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച വില കൂടുതലും വിറ്റ വില കുറവാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും, നമുക്കവിടെ നഷ്ടമായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഇനി എത്രേന്റെ ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർലി അവിടെ ചുമ്മാ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് 20ന്റെ ലോസ് ആണ് സംഭവിക്കുന്നതെന്ന് അറിയാം. ഇനി 20 എന്നുള്ള ആ ഒരു വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടുത്തെ കണ്ടീഷനിൽ നമ്മൾ ചെയ്യാൻ നേരത്ത് ഇവിടുത്തെ വലിയ വാല്യൂ ഏതാണ്, നമ്മുടെ CP ആണ് അല്ലെ. ആൻഡ് അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുവാണ്, നമ്മൾ SP ആ ഒരു വാല്യൂ മൈനസ് ചെയ്യുവാണ്. അപ്പോൾ CP നിന്ന് SP മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്, ആ 20 എന്നുള്ള ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ CP മൈനസ് SP, CP വലിയ വാല്യൂ ആണ്, SP ചെറിയ വാല്യൂ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ CP മൈനസ് SP എടുക്കുന്നത്. നമുക്ക് നേരത്തെ എന്തായിരുന്നു, SP വലിയ വാല്യൂ ആയിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, SP മൈനസ് CP എടുത്തു. അപ്പോൾ നമുക്കവിടെ പ്രോഫിറ്റും ലോസിന്റെയും കണ്ടീഷൻ ക്ലിയർ ആണ്. ഇനി നമ്മളിവിടെ പെർസെന്റേജിന്റെ കണ്ടീഷനിലേക്ക് കൂടി നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ആ ഒരു പെർസെന്റേജ് കണ്ടീഷനിലൂടെ നമ്മളൊന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര വരും. ഇനി എങ്ങനെയാണ് നമ്മൾ ഏതൊരു സാധനത്തിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഏതിന്റെ പെർസെന്റേജ് ആണോ കണ്ടുപിടിക്കുന്നത് ആ ഒരു വാല്യൂ ആണ് നമുക്കവിടെ മുകളിൽ വരുന്നത്. നമ്മൾ എപ്പോഴും ആരെയാണോ കമ്പയർ ചെയ്യേണ്ടത് ആ ഒരു വാല്യൂനെയാണ് എവിടെ എടുക്കുന്നത്, മുകളിൽ എടുക്കുന്നത്. ഇനി എപ്പോഴും താഴെ നമ്മളൊരു പെർസെന്റേജ് കണ്ടുപിടിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളൊരു കമ്പയർ ചെയ്യുന്ന വാല്യൂ കൂടാതെ ആരെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്, ഒരു ബേസ് വാല്യൂ ഉണ്ടായിരിക്കും അതിന്. പിന്നെ അത് കൂടാതെ പെർസെന്റേജ് ആയതുകൊണ്ട് പിന്നെ എന്തുകൂടി കാണും, ഇൻറ്റു 100 കൂടി കാണും. ഇനി എന്താണ് ഇവിടുത്തെ ബേസ്, നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബേസിനാണ്. എന്താണ് ഇവിടുത്തെ ഒരു ബേസ്? നമുക്ക് ഇവിടുത്തെ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആയാലും ശരി ലോസ് ആയാലും ശരി നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്, നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ വാങ്ങിച്ച പ്രൈസ്, നമ്മളുടെ ആ ഒരു ബൈ ചെയ്ത പ്രൈസ് എന്താണ്, ആ ഒരു നമുക്ക് ചെലവായ പ്രൈസ് എന്താണ്, കോസ്റ്റ് പ്രൈസ് എന്താണ്, അത് വെച്ചാണ് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കമ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് വരുന്ന കേസിൽ നമ്മുടെ ബേസ് എന്തായിരിക്കും? നമ്മുടെ ബേസ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും, CP ആയിരിക്കും. ഇനി അതേപോലെ നമ്മൾ ലോസിന്റെ പെർസെന്റേജും ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോസ് പെർസെന്റേജ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ലോസിന്റെ പെർസെന്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മേളിൽ എന്ത് ചെയ്യുക? ലോസ് എടുക്കുക ബൈ നമ്മളൊരു ബേസ് ഉണ്ടായിരിക്കും, പിന്നെ പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 അവിടെ വരും. എന്താണ് ഇവിടുത്തെ ബേസ്? ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ബേസ്. ബിക്കോസ് നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എപ്പോഴും നമ്മുടെ ബേസ് എന്തായിരിക്കും? നമ്മൾ വാങ്ങിച്ച വില, നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 6 കണ്ടീഷൻസ് അല്ലെങ്കിൽ 6 ടേംസും ഇവിടെ വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, ലോസ്, പ്രോഫിറ്റ്, ലോസ് പെർസെന്റേജ്, പ്രോഫിറ്റ് പെർസെന്റേജ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഫോർമുലാസ് അടക്കം അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫോർമുലാസ് ഒക്കെ തന്നെ നമുക്ക് പ്രോപ്പർലി ഒന്ന് മനസ്സിലാക്കിയാലോ, ഒന്നുകൂടി ഒന്ന് നമുക്ക് പ്രോപ്പർലി അതിനൊന്ന് എഴുതിയെടുക്കാം. സോ നമ്മൾ അതിന്റെ ആ ഒരു ഫോർമുലാസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളുടെ പ്രോഫിറ്റിന്റെ ഫോർമുല, നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വലിയ വാല്യൂ ഏതായിരിക്കും? നമ്മൾ ലാഭത്തിലാണ് വിറ്റത് എങ്കിൽ നമ്മുടെ ആ വിറ്റ വില കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും വരുന്നത്. സോ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും നമ്മൾക്ക് അവിടെ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇനി ലോസിലേക്ക് വരുവാണെങ്കിൽ സെയിം സംഭവം, നമ്മൾ ലോസിലേക്ക് വരുവാണെങ്കിൽ ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലോസ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വാങ്ങിച്ച വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്ന വാങ്ങിച്ച വാല്യൂ കൂടുതലായിരിക്കും. ഓക്കെ, നമ്മുടെ ബൈയിങ് പ്രൈസ് എന്തായിരിക്കും? നമുക്ക് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് ലോസ് എന്നുള്ളതിനെ L വെച്ച് റീപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാങ്ങിച്ച വാല്യൂ CP മൈനസ് SP ആയിരിക്കും നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. ഇനി പെർസെന്റേജിന്റെ ആ ഒരു വാല്യൂ ഇതിലേക്ക് പോവുകയാണെങ്കിൽ, ഫോർമുലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ഫോർമുല നമ്മളിപ്പം പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെന്റേജിന്റെ ഫോർമുല എടുക്കേണ്ടത്? പ്രോഫിറ്റ് ആണെങ്കിൽ മേളിൽ P വരും, ആരെയാണോ കമ്പയർ ചെയ്യേണ്ടത് അയാളായിരിക്കും മുകളിൽ വരുന്നത്. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ നമ്മുടെ ബേസ് എന്തായിരിക്കും? CP ആയിരിക്കും. പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 വരും. അതേപോലെ നമ്മൾ ലോസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലോസിനെയാണ് കമ്പയർ ചെയ്യുന്നത്. സോ മുകളിൽ ലോസ് വരും, ബേസ് എന്തായിരിക്കും? നമുക്ക് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും ബേസ് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിച്ച വാല്യൂ ആയിരിക്കും നമ്മുടെ ബേസ്, ആൻഡ് പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 വരും. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ഒരു എലാബറേറ്റഡ് ഫോർമുല വേണം എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഈ ഫോർമുല ഓൾറെഡി നേരത്തെ എഴുതിയ ഫോർമുലാസ് ആണ്. ഇനി ഇതിന്റെ തന്നെ കുറച്ചുകൂടി എലാബറേറ്റഡ് ഫോർമുല നമുക്ക് വേണം എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജിന്റെ കുറച്ചുകൂടി ഒരു എലാബറേറ്റഡ് ഫോർമുല നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റിനെ എന്തെന്ന് എടുക്കാം? SP മൈനസ് CP എന്ന് എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റിനെ നമ്മൾ SP മൈനസ് CP ബൈ നമുക്ക് ബേസ് എന്താണ്? CP ആണ്. പെർസെന്റേജ് ആയതുകൊണ്ട് നമുക്ക് ഇൻറ്റു 100 എന്ന് വരും. അപ്പൊ നോക്കിയാൽ അതിന്റെ ഒരു എലാബറേറ്റഡ് ഫോർമുല. അതേപോലെ നമ്മൾ ഇതേ സെയിം സംഭവം ലോസ് പെർസെന്റേജ് എടുക്കുകയാണെങ്കിലും നമുക്ക് ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? CP മൈനസ് SP ആണ് ലോസ് എന്ന് പറയുന്നത്. സോ CP മൈനസ് SP ബൈ CP ഇൻറ്റു 100 എന്നെടുക്കാം. അപ്പൊ നോക്കിയാൽ നമ്മുടെ ലോസ് പെർസെന്റേജിന്റെയും എലാബറേറ്റഡ് ഫോർമുല. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഒരു ബുക്സ് ഒക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബുക്കിലെ ആദ്യത്തെ പേജിൽ തന്നെ ഏകദേശം ഒരു 78 ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട് ഈ ചാപ്റ്റർ സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഫോർമുല യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്, പക്ഷേ എല്ലാ ഫോർമുലാസും നമുക്ക് എഴുതിയെടുക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയാൽ നമ്മൾ ഓൾറെഡി 6 ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ബുക്സിൽ കൊടുത്തിട്ടുള്ള ഫോർമുലാസ് തന്നെയാണ്. പക്ഷേ ഈ ഫോർമുലാസിനെ ബുക്സിൽ അവർ കൊടുക്കാൻ നേരത്ത് കുറച്ചുകൂടി ചേഞ്ച് ചെയ്ത് ഇപ്പം P ബൈ CP ഇൻറ്റു 100 അവർ പലപ്പോഴും ബുക്കിൽ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? 100P ബൈ CP എന്നൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഒരുപാട് പേരും ഈ 100P ബൈ CP അതേപോലെ പഠിക്കുകയാണ് ചെയ്യുന്നത്. 100P ബൈ CP എന്ന് പറഞ്ഞിട്ട് പഠിക്കും. പക്ഷേ ഇവൻ ആ 100 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? നമ്മുടെ പെർസെന്റേജിന് 100 അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടാണ് 100P ബൈ CP എന്ന് വരുന്നത്. സോ അതിന് അതേപോലെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനൊക്കെ നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. മോർ ഓവർ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പെർസെന്റേജ് വെച്ച് തന്നെ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ നിങ്ങൾക്കറിയാം. നമ്മൾ ഓൾറെഡി പെർസെന്റേജും റേഷ്യോയും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് പെർസെന്റേജിന്റെ ഒക്കെ ഫ്രാക്ഷൻ വാല്യൂസ് നമുക്ക് നല്ലപോലെ അറിയാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഇത്രയും വലിയ ടേംസ് എടുത്ത് ചെയ്യുന്നതിന് പകരം നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ വാല്യൂസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾ ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതുന്ന ടേംസ് ശ്രദ്ധിച്ചപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്കവിടെ പ്രോഫിറ്റിന്റെ പെർസെന്റേജ് ഉണ്ട്, ലോസിന്റെ പെർസെന്റേജ് ഉണ്ട്, ഡിസ്കൗണ്ടിന്റെ പെർസെന്റേജ് ഉണ്ട്, മാർക്കപ്പിന്റെ പെർസെന്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എഴുതുന്ന 11 ടേംസിൽ 4 ടേംസ് എന്ത് തന്നെയാണ്? പെർസെന്റേജ് വാല്യൂസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെർസെന്റേജ് കൺസെപ്റ്റ് വളരെ നല്ലപോലെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ നോക്കിയത് ആദ്യത്തെ 6 ടേംസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് ഇതിന്റെയും കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളതും എന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാണുന്നതുമായിട്ടുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടേംസ് എന്ന് പറയുന്നത് ഒന്ന് മാർക്ക്ഡ് പ്രൈസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു ടേംസ് കണ്ടായിരുന്നു, മാർക്ക്ഡ് പ്രൈസ്.
ഇനി എന്താണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്? നമ്മളതിനെ ഷോർട്ടായിട്ട് MP വെച്ചാണ് നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. MP മാർക്ക്ഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, MRP ആണ് മാർക്ക്ഡ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്ക്ഡ് പ്രൈസ് ഒരു ആർട്ടിക്കിളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്. നമ്മളൊരു ഷോപ്പിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ആർട്ടിക്കിൾ എടുത്തതിന് ശേഷം അതിൽ നമ്മളതിനെ തിരിച്ചും മറിച്ച് അതിന്റെ വില എവിടെ എഴുതിയേക്കുന്നത്, അതിന്റെ MRP എവിടെ എഴുതിയേക്കുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു വില MRP, അതിനെയാണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതേ സെയിം ടേമിനെ വേറെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസിൽ തരാറുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ ഈ മാർക്ക് പ്രൈസിനെ തന്നെ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് MRP എന്നായിരിക്കും തരുന്നത്. അത് വളരെ ഈസി ആയിരിക്കും MRP എന്ന് തന്നു കഴിഞ്ഞാൽ. അത് കൂടാതെ നമുക്ക് പിന്നെ തരുന്ന ചില ടേംസ് ഉണ്ട്. നമുക്ക് പലപ്പോഴും ഈ മാർക്ക്ഡ് പ്രൈസിനെ പ്രിന്റഡ് പ്രൈസ് എന്ന് നമുക്ക് തരാറുണ്ട്. പ്രിന്റഡ് പ്രൈസ് എന്ന് തരാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് അതിന് തന്നെ ലേബിൾഡ് പ്രൈസ് എന്ന് തരാറുണ്ട്. ലേബിൾഡ് പ്രൈസ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ലിസ്റ്റഡ് പ്രൈസ് എന്നും തരാറുണ്ട്. ലിസ്റ്റഡ് പ്രൈസ്. അപ്പോൾ ഒരു സാധനത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന വില, ഒരു സാധനത്തിനെ ലേബിൾ ചെയ്തിരിക്കുന്ന പ്രൈസ്, അതുപോലെ സാധനം ലിസ്റ്റ്, നമ്മുടെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ്. സോ ഇങ്ങനെയുള്ള ടേംസിലൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൈസിനെ മാറ്റി മാറ്റി തരാൻ സാധ്യതയുണ്ട്. സോ ഇതിൽ ഏത് തന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെന്താണ് മാർക്കറ്റ് പ്രൈസ് ആണ്. കൺഫ്യൂസ് ആവാൻ പാടില്ല വേറെ ടേംസ് കണ്ടിട്ട്. ഇനി ഇത് കൂടാതെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഡിസ്കൗണ്ട് നോക്കുന്നുണ്ട്. സോ ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് D വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ തന്നെ ഡിസ്കൗണ്ടിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. സോ ഇതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡും എന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതുമായിട്ടുള്ള ടേംസ് ആണ് ഇതെല്ലാം. സോ ഡിസ്കൗണ്ടിന്റെ പെർസെന്റേജ്, അതുപോലെ തന്നെ നമ്മൾ മാർക്കപ്പ് പ്രൈസും, അതുപോലെ നമ്മൾ മാർക്കപ്പ് പെർസെന്റേജും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മാർക്കപ്പ് പ്രൈസും മാർക്കപ്പ് പെർസെന്റേജും. സോ ഇത്രയും ടേംസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ, ബാക്കിയുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റോറി ഒന്നുകൂടി പറയാം. പക്ഷേ ആ ഒരു സ്റ്റോറിയിൽ നമുക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്താം. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഹാബിറ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്തും ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും എല്ലാവരും അവരെ ഒരു കസ്റ്റമർ പോലെ വിചാരിച്ചുകൊണ്ടോ കസ്റ്റമർ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ട ഒരു 6 ടേംസ്, ആ 6 ടേംസിൽ നിങ്ങളെ ഒരു കസ്റ്റമർ എന്ന് വിചാരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആൻസേഴ്സ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ ഈ ഒരു ഏരിയ വരുമ്പോൾ, ഈ ഒരു അഡ്വാൻസ് ഏരിയ വരുമ്പോൾ നിങ്ങളുടെ ഒരു കസ്റ്റമർ പോലെ ട്രീറ്റ് ചെയ്താൽ നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഈ ഒരു ടേംസ് വരുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളെ ഒരു കസ്റ്റമർ പോലെ വിചാരിക്കുന്നതിന് പകരം നിങ്ങളാണ് ആ സാധനം സെല്ല് ചെയ്യുന്നത്, നിങ്ങളാണ് ഷോപ്പ് കീപ്പർ, അല്ലെങ്കിൽ നിങ്ങളാണ് ആ ഡീലർ, സെല്ലർ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിനെ ട്രീറ്റ് ചെയ്യുക. ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് സേ നമുക്കൊരു ഷോപ്പ് ഉണ്ട്, ആ ഒരു സൂപ്പർ മാർക്കറ്റോ ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ നമ്മൾ ഒരു ഹോൾസെയിലറിന്റെ അടുത്ത് നിന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു ഹോൾസെയിലറിന്റെ അടുത്ത് പോയി നമ്മൾ ആ ആർട്ടിക്കിൾ വാങ്ങുവാണ്. നമ്മൾ 100 റുപ്പീസിനാണ് ഒരു പീസ് അവിടെ ആ ഒരു ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ നമുക്കത് വാങ്ങുമ്പോൾ നമുക്കൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട്, 100 രൂപ ചിലവാകുന്നുണ്ട്. അപ്പൊ നമ്മൾ 100 രൂപ ആ ചിലവാക്കി നമ്മൾ ആ ആർട്ടിക്കിൾ വാങ്ങിച്ചു. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഈ ആർട്ടിക്കിളിനെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മളിത് വിൽക്കാൻ പ്ലാൻ ചെയ്യുക. അപ്പൊ നമ്മളിത് വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം എന്തായാലും 100 രൂപയ്ക്ക് കൊണ്ടുവന്ന് നമ്മൾ വിൽക്കത്തില്ല, നമ്മൾ അതിനേക്കാളും വില കൂട്ടിയേ വിൽക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ആ സാധനത്തിന് ഒരു 120 വിൽക്കാം എന്ന് പ്ലാൻ ചെയ്യുകയാണ്. അപ്പൊ 120 വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 120 വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടും. നമുക്ക് 20ന്റെ പ്രോഫിറ്റ് ആണ് അവിടെ നിന്ന് കിട്ടുന്നത്. നമുക്ക് പ്രോഫിറ്റ് 20 കിട്ടുന്നുണ്ട്. ഇനി എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം 120 MRP ഇട്ടിട്ട് നമ്മൾ അതിനെ 120 രൂപയ്ക്ക് തന്നെ വിൽക്കുവാണെങ്കിൽ നമുക്കതൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് വരത്തില്ല. ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് അത് അത്ര അട്രാക്ഷൻ തോന്നുന്നൊന്നും നിർബന്ധമില്ല. ലെറ്റ്സ് ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് കുറച്ചുകൂടി നമുക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ അത്യാവശ്യം എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ്സ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും പല പല ആപ്പുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, അജിയോ, അങ്ങനെ ഒരുപാട് ആപ്പുകളിൽ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ്സ് ചെയ്യാറുണ്ട്. ലെറ്റ്സ് ഒരു ചെറിയ എക്സാമ്പിൾ എടുക്കാം. മിന്ത്ര ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് മിന്ത്രയിൽ നിങ്ങളൊരു ഡ്രസ്സ് കാണുവാണ്. ലെറ്റ്സ് ഒരു ഷർട്ടോ കുർത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങൾ അവിടെ കാണുവാണ്. നിങ്ങൾ ആ കാണുന്ന ഡ്രസ്സിന്റെ പ്രൈസ് അവിടെ കൊടുത്തിരിക്കുന്നത് 300 രൂപ, 300 റുപ്പീസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഷർട്ടോ കുർത്തിയോ 300 റുപ്പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് വിൽക്കുന്ന വിലയും 300 റുപ്പീസ് തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങാൻ തോന്നുമോ ഇല്ലയോ? നിങ്ങളൊന്ന് ആലോചിക്കുക. 300 റുപ്പീസ് നിങ്ങളൊരു ആർട്ടിക്കിൾ കാണുവാണ്, അവർ 300 രൂപയ്ക്ക് തന്നെ അത് വിൽക്കുന്നതും, 300 രൂപ എഴുതിയിട്ടുണ്ട് MRP, 300 തന്നെ വിൽക്കുന്നത്. നിങ്ങൾക്കത് വാങ്ങാൻ തോന്നുമോ ഇല്ലയോ?
നമുക്കത് അത്രയും അട്രാക്റ്റീവായിട്ട് തോന്നത്തില്ല. ഈവൻ വില കുറവാണെങ്കിൽ പോലും 300 രൂപയുടെ സാധനം 300 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നത്, അതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ, 300 രൂപയുടെ സാധനമാണെങ്കിൽ അത് കുറച്ച് ചീപ്പ് ക്വാളിറ്റി സാധനം ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് വലിയൊരു അട്രാക്ഷൻ തോന്നത്തില്ല, ഈവൻ ദോ അതിന്റെ പ്രൈസ് കുറവാണെങ്കിൽ പോലും. ഇനി നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുക്കുക. നിങ്ങൾ ഇതേ സെയിം ഡ്രസ്സ് നിങ്ങൾ ഇത് ഇപ്പം മിന്ത്രയിൽ കാണുന്നതിന് പകരം നിങ്ങൾ ഇതേ അജിയോലോ മിന്ത്രയിലോ ഇതേ ഒരു ഡ്രസ്സിനെ നിങ്ങൾ കാണാൻ നേരത്തെ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് അവിടെ നമുക്കൊരു 1000 rupees എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രൈസ് MRP 1000 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ MRP 1000 എന്ന് കൊടുത്തിട്ട് അതിനെ കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ സൈഡിൽ ഒരു 50% ഓഫ് എന്ന് കൊടുത്തിട്ട് അതിന്റെ സെല്ലിംഗ് പ്രൈസ് ഇപ്പൊ ആ ആർട്ടിക്കിൾ വിൽക്കുന്നത് 500 rupeesനാണ് എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നതെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്കത് അട്രാക്റ്റീവായിട്ട് തോന്നുമോ ഇല്ലയോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഒരു രീതിയിലാണ് നേരത്തെ നമ്മളെങ്ങനെ കണ്ടത്? നേരത്തെ നമ്മളത് കണ്ടത് 300 rupees ആണ് അതിന്റെ MRP എന്ന് പറയുന്നത്. അതിന്റെ സെല്ലിംഗ് പ്രൈസും എന്ത് തന്നെയാണ്? 300 തന്നെയാണ്. നമ്മൾ അതിനെ കാണുന്നത് ഈ ഒരു രീതിയിലാണ് കാണുന്നത്. നമുക്കത് അത്രയും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന വരത്തില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനെ കാണുന്നത് ഈ ഒരു രീതിക്കാണ് നമ്മൾ അതിനെ കാണുന്നത്. നിങ്ങൾക്ക് ആ ആർട്ടിക്കിൾ അട്രാക്റ്റീവായിട്ട് തോന്നുമോ ഇല്ലയോ? കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ 1000 rupeesന്റെ സാധനം 50% ഓഫിൽ ഇപ്പൊ 500 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴും സാധനം സെയിം തന്നെയാണ്, പക്ഷെ 50% ഓഫ് ഇപ്പം പകുതി വിലയ്ക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പം ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസ് കൂടും, ആ വിലയ്ക്ക് ഇനി കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ നമുക്ക് ആ ആർട്ടിക്കിൾ കുറച്ചുകൂടി എന്താവുകയാണ്, അട്രാക്റ്റീവ് ആണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റ് കൂടിയാണ് ഈ ഒരു സംഭവം. പ്രൈസ് കുറച്ചുകൂടി ഹൈക്ക് ചെയ്ത് കാണിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, അവിടെ ഡിസ്കൗണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേ സെയിം ഒരു കൺസെപ്റ്റ് നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഷോപ്പിൽ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം 120 വിൽക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ആർട്ടിക്കിളിനെ 120 തന്നെ വിൽക്കണം, പക്ഷെ നമുക്ക് അതിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ആ ആർട്ടിക്കിളിൽ എത്ര രൂപ മാർക്ക് ചെയ്യാം? 150 എന്ന് നമുക്ക് വില മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആ കസ്റ്റമറോട് എന്ത് പറയാം? സാർ, ആ സാധനത്തിന്റെ വില 150 ആണ്, പക്ഷെ സാറിന് ആ സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 30 രൂപ വില കുറച്ച് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് തന്നിട്ട് ഒരു 30 rupeesന്റെ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ആ ഒരു സാധനത്തിനെ സാറിന് 120 rupeesന് തരാം എന്ന് നമ്മൾ ഈ പറയുന്ന കസ്റ്റമറിനോട് പറയാം. കസ്റ്റമറിന് അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. എന്തുകൊണ്ട്? 150 രൂപയുടെ സാധനമാണ് ആൾക്ക് ഇപ്പൊ 120 രൂപയ്ക്ക് കിട്ടുന്നത്, 30 രൂപ വില കുറച്ചാണ് കിട്ടുന്നത്. ഉറപ്പായിട്ടും കസ്റ്റമർ എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും. നമ്മൾ പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഒരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മൾ 100 രൂപയുടെ സാധനം 120 വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും 120 rupees തന്നെയാണ്. നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? അതേ 20 rupees പ്രോഫിറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പൊ കസ്റ്റമറും ഹാപ്പിയാണ്, വിൽക്കുന്ന നമ്മളും ഹാപ്പിയാണ്, രണ്ടുപേരും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വരുന്ന ഒരു കൺസെപ്റ്റ്. നമുക്ക് കുറച്ചുകൂടി റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ അതിനെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് ഈ ഒരു 30 rupees എന്നുള്ള ഈ ഒരു വാല്യൂ അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഇപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ 30 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്തു? MRP നിന്ന് ആ സെല്ലിംഗ് പ്രൈസിനെ മൈനസ് ചെയ്തു അല്ലെ? അപ്പോൾ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ MP നിന്ന് ആ ഒരു സെല്ലിംഗ് പ്രൈസ് മൈനസ് ചെയ്താൽ മതി, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ആ 30 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. 150 നിന്ന് 120 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 30 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ലൈക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളത് പ്ലാൻ ചെയ്യണം. അപ്പൊ അത് പ്ലാൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിസ്കൗണ്ട് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ മുകളിൽ എന്ത് വരും? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡിസ്കൗണ്ട് ആയിരിക്കും മുകളിൽ വരുന്നത്. പിന്നെ അതിനൊരു ബേസ് ഉണ്ടായിരിക്കും. പിന്നെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ എന്ത് വരും? ഇൻറ്റു 100 വരും. എന്താണ് ഇവിടുത്തെ ബേസ്? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മുടെ ബേസ് എന്തായിരിക്കും വരുന്നത്? കോസ്റ്റ് പ്രൈസ് ആയിരിക്കോ, സെല്ലിംഗ് പ്രൈസ് ആയിരിക്കോ, മാർക്ക് പ്രൈസ് ആയിരിക്കോ? എന്തായിരിക്കും ഇവിടുത്തെ ബേസ് വരുന്നത്? നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതിനെ കമ്പയർ ചെയ്യുന്നത്? എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ഈ സാധനം എത്ര രൂപ വില കുറച്ചാണ് കിട്ടുന്നത്? 500 രൂപ വില കുറച്ചാണ് കിട്ടുന്നത് അല്ലെ? 1000 rupeesന്റെ സാധനം 500 rupeesനാണ് കിട്ടുന്നത്. അപ്പൊ 500 രൂപ വില കുറച്ചാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി 500 ആണ് വില കുറച്ചെന്ന്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ അതിനെ എന്ത് വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്? ആദ്യം അതിൽ എഴുതിയിരുന്ന MRP വെച്ചാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്ക് അത് കാണുമ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്? ഓക്കെ, 500 rupees വില കുറച്ച് ആണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. സോ ഒരു ഡിസ്കൗണ്ട് ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിനെ കമ്പയർ ചെയ്യുന്നത് എന്ത് വെച്ചായിരിക്കും? MRP വെച്ചായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിച്ച് ഇറങ്ങുമ്പോഴും നമ്മൾ എന്താ ബില്ല് നോക്കുന്നത്? എത്ര ആയിരുന്നു അതിൽ MRP ഉണ്ടായിരുന്നത്, എത്ര രൂപയ്ക്കാണ് അവർ ആ ആർട്ടിക്കിൾ നമുക്ക് തന്നത്, ഓക്കെ, സെല് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രയാണ് ഒരു സാധനത്തിന് മേലിൽ വില കുറച്ച് കിട്ടിയേ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് ഇവിടെ 2 ടേംസ് കൂടി ഉണ്ട്, മാർക്കപ്പ് പ്രൈസും മാർക്കപ്പ് പെർസെൻറ്റേജും. ഇനി ഈ 2 ടേംസ്
ലാസ്റ്റ് 2 ടേംസ്. ഈ രണ്ട് ടേംസിന് ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേംസ് പല ബുക്സിലും കൊടുത്തിട്ടില്ല, ഇതൊരിക്കലും നമ്മൾ ക്വസ്റ്റിനും കാണാൻ സാധ്യതയില്ല. ക്വസ്റ്റിനിൽ ഈ ടേംസിനെ കുറിച്ച് അങ്ങനെ പറയത്തേ ഇല്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വാക്കുകൾ ഉപയോഗിക്കാൻ സാധ്യത വളരെ കുറവാണ് ക്വസ്റ്റിനിൽ. അപ്പോൾ പിന്നെ ഈ ഒരു വേർഡ്സ് എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വേർഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വേർഡ്സ് ക്വസ്റ്റ്യനിൽ അതേപോലെ കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു ടേംസിന്റെ കൺസെപ്റ്റ് എപ്പോഴും നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾറെഡി ഞാൻ ഈ രണ്ട് ടേംസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യനിൽ ഇത് കാണാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നിങ്ങളത് കണ്ടില്ല. പക്ഷെ ഓൾറെഡി ഈ രണ്ട് കാര്യത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് എക്സാമിലെ ക്വസ്റ്റ്യൻസിലും സംഭവിക്കുന്നത്. ഈ ടേംസ് ആ ക്വസ്റ്റ്യനിൽ അവിടെ കാണും, പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഉറപ്പായിട്ടും ഈ ഒരു ടേംസ് നമ്മുടെ ഈ മാർക്ക് പ്രൈസും ഡിസ്കൗണ്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും. നമ്മളാണ് അത് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മുടെ മാർക്കപ്പ് പ്രൈസും മാർക്കപ്പ് പെർസെന്റേജും നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എവിടെയാണ് അത് എഴുതിയേക്കുന്നത്? ഓക്കെ, അപ്പൊ മാർക്ക് അപ്പ് പ്രൈസ്, ഓക്കെ, മാർക്ക് അപ്പ് വില കൂട്ടി മാർക്ക് ചെയ്യുവാണ് എന്നാണ് പറയുന്നത്. മാർക്ക് അപ്പ് ചെയ്യുവാണ്, വില കൂട്ടി മാർക്ക് ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ വില കൂട്ടി മാർക്ക് ചെയ്തില്ലേ? നമ്മൾ എവിടെ വില കൂട്ടി മാർക്ക് ചെയ്തേ? നമ്മൾ എന്ത് ചെയ്തായിരുന്നു? 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ആർട്ടിക്കിളിനെ നമ്മൾ അവിടെ 150 എന്ന് വില കൂട്ടി മാർക്ക് ചെയ്തു. അപ്പൊ അങ്ങനാണെങ്കിൽ നമ്മൾ എത്രയാണ് വില കൂട്ടിയത്? 50 റുപ്പീസ് ആണ് നമ്മൾ വില കൂട്ടിയത് അല്ലെ? അപ്പൊ ആ 50നെയാണ് എന്തെന്ന് പറയുന്നത്? മാർക്ക് അപ്പ് എന്ന് പറയുന്നത്. നമ്മൾ 50 രൂപ വില കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ അതാണ് നമ്മുടെ മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലായി കാണും, ആ ടേം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല, അതിനെ അങ്ങനെ എടുത്ത് പറയാറില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മാർക്കപ്പ് കിട്ടുന്നത്? ഈ 50 റുപ്പീസ് എന്നുള്ള ആ ഒരു വാല്യൂ നമുക്ക് അവിടെ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ MRP നിന്ന് നമ്മൾ വാങ്ങിച്ച വില മൈനസ് ചെയ്യുമ്പോൾ, നമ്മുടെ MP നിന്ന് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ആ ഒരു മാർക്ക് അപ്പ് പ്രൈസ് എന്താണ് എന്നുള്ളത് കിട്ടുന്നത്. അപ്പൊ ഇത്രയും ടേംസ് ആണ് നമുക്ക് ഇവിടെ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാത്തിനെയും ഫോർമുലസും എലാബറേറ്റഡ് ഫോർമുലസും നമുക്ക് എഴുതിയെടുക്കാം. ഇനി അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കസ്റ്റമർ പോലെ വിചാരിക്കല്, നമ്മളൊരു സെല്ലർ പോലെ, ഡീലർ പോലെ വിചാരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. കസ്റ്റമർ പോലെ വിചാരിച്ച ഈ ഒരു ഏരിയ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയാനുള്ള റീസൺ? അതിന്റെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് ഇതിന്റെ അകത്ത് ഈ ഒരു വാല്യൂസ് എല്ലാം ചെക്ക് ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഒരു കസ്റ്റമർ വരിക, ഈ കസ്റ്റമറിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഇവിടുത്തെ ആ കസ്റ്റമറിന് ആ സാധനത്തിൽ എഴുതിയിരിക്കുന്ന MRP എത്ര ആണെന്ന് അറിയാം. ആ കസ്റ്റമറിന് എന്തറിയാം? നമ്മൾ എത്ര രൂപയ്ക്കാണ് ആ കസ്റ്റമറിന് ആ സാധനം തരാം എന്ന് പറഞ്ഞതെന്ന് അറിയാം. ആ കസ്റ്റമറിന് വേറെ എന്തറിയാം? നമ്മൾ എത്ര രൂപയാണ് വില കുറച്ച് കൊടുക്കുന്നേ എന്ന് കസ്റ്റമറിന് അറിയാം. ഈ കസ്റ്റമറിന് അറിയോ നമ്മൾ ആ സാധനം ഹോൾസെയിലിന്റെ അടുത്ത് നിന്ന് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചെന്ന്? ആ കസ്റ്റമറിന് അറിയോ? അറിയത്തില്ല. ഈ ഒരു സാധനം എത്ര രൂപയാണ് നമ്മൾക്ക് ലാഭം കിട്ടുന്നത് എന്ന് ആ കസ്റ്റമറിന് അറിയോ? ഇല്ല. നമ്മൾ എത്രയാണ് വില കൂട്ടി മാർക്ക് ചെയ്തത് എന്ന കസ്റ്റമറിന് അറിയോ? ഇല്ല. നമ്മൾ എത്ര പെർസെന്റേജ് ആണ് വില കൂട്ടി മാർക്ക് ചെയ്തത് എന്ന കസ്റ്റമറിന് അറിയോ? അറിയത്തില്ല. കസ്റ്റമറിന് ഒന്നും അറിയത്തില്ല. ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ ആര് മാത്രമാണ്? വിൽക്കുന്ന ആ സെല്ലർ, ആ ഡീലറിന് മാത്രമേ ഇതൊക്കെ അറിയത്തുള്ളൂ. ഈ പറയുന്ന ഹോൾസെയിലറിനും അറിയത്തില്ല നമ്മൾ ആ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് വിലക്കാണ് വിറ്റുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ ഇതെല്ലാം ഒരേപോലെ അറിയാവുന്ന ഒരേ ഒരാൾ ആരാണ്? അത് വിൽക്കുന്ന ആളാണ്. ആ സെല്ലറിനാണ് ഇതെല്ലാം അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സെല്ലർ എന്ന് വിചാരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിനെ ഒരു കസ്റ്റമർ ആംഗിളിലൊക്കെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ ഇത്രയും എക്സാമ്പിൾസ് നമുക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ റിമൈനിങ് ഫോർമുലാസ് നമുക്കൊന്ന് എഴുതിയെടുക്കാം. നമ്മൾ ഓൾറെഡി നിങ്ങൾക്കറിയാം 6 ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ റിമൈനിങ് ബാക്കിയുള്ള ഫോർമുലാസ്. സോ നമുക്ക് ഇവിടെ വരുന്ന ബാക്കി ഫോർമുലാസ് എന്ന് പറയുമ്പോൾ ആദ്യമേ വരുന്ന ടേം ആണ് നിങ്ങൾക്കറിയാം ഡിസ്കൗണ്ട്. അപ്പൊ എങ്ങനെയാണ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുന്നത്? സോ ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എടുക്കുന്നത്? നമ്മുടെ MRP എത്ര ആയിരുന്നു അല്ലെങ്കിൽ മാർക്ക് പ്രൈസ് എത്ര ആയിരുന്നു നോക്കും. ആൻഡ് എന്ത് വിലക്കാണ് ഈ സാധനം നമുക്ക് ഇപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അയാൾ സെല് ചെയ്ത് എന്ത് വിലക്കാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ MRP നിന്ന് സെല് ചെയ്ത പ്രൈസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഡിസ്കൗണ്ട് എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ടിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പെർസെന്റേജ് എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ട് മുകളിൽ വരും ബൈ നിങ്ങൾക്ക് അവിടെ താഴെ നമ്മുടെ ഈ പറയുന്ന കമ്പയർ ചെയ്യുന്ന ബേസ് വാല്യൂ എന്താണ്? നമ്മുടെ ബേസ് വാല്യൂ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. MP ആണ് ബേസ് വാല്യൂ.
പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് വരും, ഇൻറ്റു 100 വരും. ഇനി ഇതിന്റെ തന്നെ കുറച്ചുകൂടി ഒരു എലാബറേറ്റഡ് ഫോർമുല എടുക്കണമെങ്കിൽ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നെ കുറച്ചുകൂടി ഒരു എലാബറേറ്റഡ് ഫോർമുല എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഡിസ്കൗണ്ടിനെ എന്തെന്ന് എഴുതാം, MP - SP എന്ന് എഴുതി കൂടെ ഡിസ്കൗണ്ടിനെ. MP - SP ഡിവൈഡഡ് ബൈ, നമുക്ക് താഴെ എന്തുണ്ട്, MP ഉണ്ട്, പിന്നെ പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് വരും, ഇൻറ്റു 100 വരും. നോക്കി, നമുക്ക് തന്നെ അതിന്റെ എലാബറേറ്റഡ് ഫോർമുല എഴുതിയെടുക്കാൻ പറ്റും, കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഇനി നമ്മൾ അവസാനം പറഞ്ഞ 2 ടേംസ് മിക്കവാറും ബുക്കിൽ ഇല്ലാത്തതുമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ഒരു ഏരിയ ആണ് നമ്മുടെ മാർക്കപ്പ് പ്രൈസും മാർക്കപ്പ് പെർസെൻറ്റേജും. നമുക്ക് അതുകൂടി ഒന്ന് എഴുതിയെടുക്കാം. അപ്പോൾ മാർക്കപ്പ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ മാർക്കപ്പ് പ്രൈസ് എത്ര വില കൂട്ടി മാർക്ക് ചെയ്തു, അപ്പോൾ നമ്മൾ ഈ MRP നിന്ന് നമ്മൾ വാങ്ങിച്ച വില മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് വില കൂട്ടി മാർക്ക് ചെയ്തത് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി അതേപോലെ നമ്മൾ ഈ മാർക്കപ്പിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് വില കൂട്ടി മാർക്ക് ചെയ്തത്, മാർക്കപ്പ് പ്രൈസിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്, ആ മാർക്കപ്പ് പ്രൈസ് എത്ര ആണ് എന്നുള്ളതായിരിക്കും വരാൻ പോകുന്നത്. ബൈ ഒരു ബേസ് ഉണ്ടായിരിക്കും ആൻഡ് പെർസെൻറ്റേജ് ആയിട്ട് എന്ത് കാണും, ഇൻറ്റു 100 കാണും. എന്തായിരിക്കും മാർക്കപ്പ് പ്രൈസിന്റെ ബേസ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസും കണ്ടു. പ്രോഫിറ്റ് ആൻഡ് ലോസും വരുമ്പോൾ നമ്മുടെ വാങ്ങിച്ച വില കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കൗണ്ട് വന്നപ്പോഴും കണ്ടു നമ്മുടെ MRP ആയിരിക്കും നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. പക്ഷെ വില കൂട്ടി മാർക്ക് ചെയ്യുമ്പോൾ എന്തിനെ ബേസ് വെച്ചുകൊണ്ടാണ് വില കൂട്ടി മാർക്ക് ചെയ്യുന്നത്? നമ്മളൊരു സാധനം എന്ത് വിലക്കാണ് വാങ്ങിച്ചത് ആ വില വെച്ചോണ്ടല്ലേ നമ്മൾ ആ സാധനത്തിന്റെ വില കൂട്ടുന്നതും നമ്മൾ എന്ത് വിലയ്ക്ക് വിൽക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നതും എത്ര ലാഭം ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നതും ഒക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്ത് വെച്ചുകൊണ്ടാണ്, നമ്മൾ വാങ്ങിച്ച വില വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മാർക്കപ്പ് വരുമ്പോഴും നമ്മുടെ ബേസ് എന്ത് തന്നെ ആയിരിക്കും, നമ്മുടെ CP തന്നെ ആയിരിക്കും നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കപ്പ് ബൈ CP ഇൻറ്റു 100. ഇനി ഇതിനും നമ്മൾ കുറച്ചുകൂടി എലാബറേറ്റഡ് ഫോർമുല എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, MP - CP ചെയ്തിട്ടാണ് മാർക്കപ്പ് കണ്ടുപിടിക്കുന്നത്. ഡിവൈഡഡ് ബൈ CP പെർസെൻറ്റേജ് ആയിട്ട് ഇൻറ്റു 100. നമുക്ക് അവിടെ നിന്ന് ഈ ഒരു മാർക്കപ്പ് പെർസെൻറ്റേജിന്റെ ഫോർമുല കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി എത്ര ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു, നേരത്തെ 6 ഫോർമുല എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ 7, 8, 9, 10, 11, 12 നമ്മൾ 12 ഫോർമുല ഇപ്പം തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നേ ഉള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പക്ഷെ നമ്മൾ സ്റ്റിൽ തുടങ്ങിയപ്പോൾ തന്നെ 12 ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോർമുല വലുതായിട്ട് ഉപയോഗിക്കത്തില്ല, പക്ഷെ നമ്മുടെ ബുക്സിലും ഈ പറഞ്ഞ ഒരു ചാപ്റ്റർ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു 7, 8 ഫോർമുലാസ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫോർമുലാസ് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് ഈ ഫോർമുലാസ് എന്തെങ്കിലും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് തന്നെ എഴുതിയെടുക്കാവുന്നതുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഫോർമുലാസ് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ബുക്കിലുള്ളതിനേക്കാളും കൂടുതൽ ഫോർമുലാസ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോർമുലാസിന്റെ ഒരു കുറവില്ല, പക്ഷെ നമ്മൾ മാക്സിമം ഫോർമുലാസ് യൂസ് ചെയ്യത്തില്ല. നമ്മൾ മാക്സിമം നമ്മൾ അല്ലാതെ ലോജിക്കലി പെർസെൻറ്റേജും റേഷ്യോയും കൺസെപ്റ്റ് മാത്രം യൂസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും ഇത്രയും ടേംസും ഈ ഒരു പറഞ്ഞ ഫോർമുലാസും ഒക്കെ തന്നെ എഴുതിയെടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചാപ്റ്ററിൽ ഫോർമുല വലുതായിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ചാപ്റ്റർ എടുക്കുമ്പോൾ 1 or 2 ഫോർമുലയൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ആ ഫോർമുല എടുത്താൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ചാപ്റ്ററിൽ 10-25 ഫോർമുല ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മെയിൻ ഇഷ്യൂ എന്താ വരാൻ പോകുന്നത്, ഈ ഫോർമുലാസിൽ ഏത് ഫോർമുല ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കണം എന്നുള്ളത് തന്നെ ഒരു വലിയ കൺഫ്യൂഷൻ ആയിരിക്കും. സോ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കാൻ പാടില്ല. ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഫോർമുലാസിനെ വലുതായിട്ട് സപ്പോർട്ട് ചെയ്യാത്തത്. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ ഫോർമുലാസും ഈ ടേംസും എല്ലാം നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ അത് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഫൈൻഡ് ദി അൺനോൺ. എന്താണ് തന്നേക്കുന്നത്? കോസ്റ്റ് പ്രൈസ് 1500 എന്ന് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ്? 250 rupees ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആർട്ടിക്കിൾ എന്ത് വിലക്കാണ് വിറ്റേന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ച വില കാണും, അത് കൂടാതെ ലാഭത്തിലാണ് വിറ്റെങ്കിൽ അവിടെ എന്തും ഉണ്ടായിരിക്കും, നമ്മൾ ഈ വാങ്ങിച്ച വിലയുടെ കൂടെ അവിടെ ലാഭവും ഉണ്ടായിരിക്കും. നോക്കിയേ, നമുക്ക് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഫോർമുലനെ എഴുതിയെടുക്കാൻ പറ്റും. നമ്മൾ ആ ഫോർമുല കാണാപ്പാടം പഠിച്ചിട്ട് അതിന് റീഅറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുതിയെടുക്കാൻ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയാണ് കോസ്റ്റ് പ്രൈസ് തന്നിരുന്നത്? 1500 ആണ് കോസ്റ്റ് പ്രൈസ്. എന്താണ് നമുക്കിവിടെ വരുന്ന പ്രോഫിറ്റ്? 250 രൂപയാണ് നമുക്കിവിടെ വരുന്ന പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിറ്റ വില എന്തായിരിക്കും? 1750 rupees ആയിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, നമ്മൾ വിൽക്കുന്ന വില എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, 1750 അതാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഫൈൻഡ് ദി അൺനോൺ. കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിരിക്കുന്നത് 2400.
നമുക്ക് ലോസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലോസ് ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ച വിലനേക്കാളും വില കുറച്ചായിരിക്കണം വിറ്റേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോസ് 300 rupees ആണ് തന്നിരിക്കുന്നത്. ചോദിക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രോഫിറ്റിന്റെ കണ്ടീഷനാണ് നോക്കിയത്, അടുത്ത് നമ്മൾ ലോസിന്റെ കണ്ടീഷനാണ് നോക്കുന്നത്. എന്തായിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സെല്ലിംഗ് പ്രൈസ് കിട്ടാൻ പോകുന്നത്? നമ്മൾ വാങ്ങിച്ച വിലയിൽ നിന്ന് നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ച വില പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വാങ്ങിച്ച വിലയിൽ നിന്ന് എന്തോ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്താണ് കുറഞ്ഞേക്കുന്നത്? സിമ്പിളായിട്ട് നമ്മുടെ ആ കോസ്റ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? നമുക്കുണ്ടായ നഷ്ടം കുറച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നഷ്ടത്തിൽ വിറ്റ വില എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരുന്നു? 2400 ആയിരുന്നു. അതിൽ നിന്ന് നമുക്ക് എത്ര രൂപയാണ് നഷ്ടം ഉണ്ടായത്? 300 രൂപയാണ് നമുക്ക് ലോസ് ഉണ്ടായത് ഈ സാധനം വിറ്റപ്പോൾ. അങ്ങനെയാണെങ്കിൽ ആ നഷ്ടത്തിൽ വിറ്റ വില എന്തായിരിക്കും? 2400 നിന്ന് 300 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 2100 എന്ന് വരും. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി അൺനോൺ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ₹1905.50, ലോസ് ഈക്വൽ ടു 125.50, ഫൈൻഡ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ. എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ലോസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എടുക്കണം. ഇനി ലാഭമാണോ നഷ്ടമാണോ നോക്കിയാൽ മതി. ലാഭമാണെങ്കിൽ നമ്മുടെ ഈ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? കുറവായിരിക്കും, സെല്ലിംഗ് പ്രൈസ് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കിട്ടിയ ലാഭം മൈനസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? നഷ്ടമാണ്. നഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ നഷ്ടത്തിലായിരിക്കും വിറ്റേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള വില കിട്ടാൻ എന്ത് ചെയ്യണം? വിറ്റ വിലയും നഷ്ടം ഉണ്ടായ ആ ലോസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസും അതുകൂടാതെ നമുക്ക് ആ നഷ്ടത്തിൽ വിറ്റ വിലയും എന്താ നഷ്ടം ഉണ്ടായത് അതും കൂടി ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ശരിക്കുള്ള വാല്യൂ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇവിടെ തന്നിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 1905.50 ആണ് തന്നിരിക്കുന്നത്. and എന്താണ് നമുക്ക് ഇവിടെ സംഭവിച്ച ലോസ്? 125.50 ആണ് നമുക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത്. സോ രണ്ടുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിച്ച വില എത്രയാണ് കിട്ടും. സോ രണ്ടുകൂടി നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ 1900 നമ്മൾ ഇവിടെ നിന്ന് ഒരു 100 കൂടി ആഡ് ചെയ്യുമ്പോൾ 2000 വരും. ഇത് കൂടാതെ പിന്നെ നമുക്ക് ഇവിടെ 25ഉം 5 കൂടി ആഡ് ചെയ്യുമ്പോൾ 30 വരും നമുക്ക്. ഇത് കൂടാതെ 0.5ഉം 0.5ഉം ഉണ്ട്. സോ 0.5 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് 2000 നമുക്ക് ഇവിടെ വരുന്നുണ്ട്. 1000ഉം അത് കൂടാതെ 900, 100, 2000, അത് കൂടാതെ 25ഉം 5ഉം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 2030യും പിന്നെ ആ ഒരു 1 കൂടി 50 ആഡ് ചെയ്യുമ്പോൾ 1. സോ 2031 ആണ് നമുക്കിവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത്. 2031. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് എല്ലാം തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനി ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് വലുതായിട്ട് അങ്ങനെ കൺസെപ്റ്റ് ആയിട്ട് പഠിക്കാൻ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇനി ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച ടേംസും അതിന്റെ ഐഡിയാസും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഇനി വരുന്ന സെഷൻസിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.